നമസ്കാരം. ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് എത്രത്തോളം വില അവരുടെ മനസ്സിൽ കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ്. 8 ഓഫ് പെൻഡക്കിൾസ്, 4 ഓഫ് പെൻഡക്കിൾസ്, the Hierophant, Temperance, 3 of Pentacles, 7 of Cups, the Magician, 9 of Cups. അടുത്ത അവസാനം കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കപ്സ്. അപ്പോൾ ഇത്രയും കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് കിടക്കാം. ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത് ചില സാഹചര്യങ്ങൾ കൊണ്ട് അവർ അത് നിങ്ങളോട് പ്രകടിപ്പിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നാളത്തേക്കുള്ള കരുതലാണ് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ക്ഷണിച്ചാൽ പോലും ഈ ഒരു വ്യക്തിയെ കിട്ടാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളില്ല, നിങ്ങൾക്കൊരു വിലയുമില്ല എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിന് നിങ്ങൾ ക്ഷണിച്ചാൽ പോലും ഈ ഒരു വ്യക്തിയെ കിട്ടാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ ഈ വ്യക്തി ഈ ഒരു സമയത്ത് പുതിയ പണസമ്പാദനത്തിനുള്ള വഴികൾ തേടുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളൊരു പിശുക്കനൊക്കെ ആയിട്ട് ഇവിടെ കാണുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇനി നിങ്ങൾ എത്ര പറഞ്ഞാലും മാറാൻ തയ്യാറല്ലാത്ത വ്യക്തിയായും ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ധനം സമ്പാദിക്കുക എന്നൊരു ലക്ഷ്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റൊന്നും തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ചില അറിവുള്ള വ്യക്തികളുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് തന്നെയായാലും ഈ ഒരു വ്യക്തിയുടെ ഹാർഡ് വർക്കിനുള്ള ഒരു റിസൾട്ട് ഈ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ ഈ വ്യക്തി പെട്ടുപോകുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ സ്വതന്ത്രനായി വളരെ പെട്ടെന്ന് തന്നെ ആഗ്രഹിച്ച ഒരു നേട്ടം ഈ വ്യക്തി സ്വന്തമാക്കി വരുമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുവരെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണമെന്നിവിടെ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൂടുതൽ പേർക്കും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഹസ്ബൻഡായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഈ വ്യക്തി സ്വയം അഭിമാനിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നേട്ടം തന്നെ ഈ ഒരു വ്യക്തിക്ക് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. സ്വയം അഭിമാനിക്കാൻ തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഈ ഒരു വ്യക്തി സ്വന്തമാക്കി എടുക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളോട് വളരെയധികം സ്നേഹം ഈ ഒരു വ്യക്തിക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ അത് നിങ്ങളോട് പുറത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതെല്ലാം കൈവരിച്ചതിന് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു സ്നേഹം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു വൈകാരികമായ ഒരു തിരിച്ചറിവൊക്കെ ഈ ഒരു വ്യക്തിക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മറ്റൊരു വികാരങ്ങൾക്കും ഈ ഒരു വ്യക്തി അടിമപ്പെടാത്തൊരു വ്യക്തിയായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം മനസ്സമാധാനം തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു വ്യക്തിയെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാമെന്നും ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്